ക്രിസ്തുമസ് റിലീസായിട്ട് തിയേറ്ററിലെത്തി 2024 അവസാനത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച് ഇപ്പോഴും തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നു. 2025 ബോക്സ് ഓഫീസിൽ നട്ടെല്ലായി മാറുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. 17-ാം ദിവസം തന്റെ 3-ാം ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന ചിത്രം. ഇപ്പോഴും ഇന്നും ഈ ഒരു സമയത്ത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 4000-ന്റെ അടുത്ത ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച പുത്തൻ സിനിമകൾ തിയേറ്ററിൽ എത്തിയിട്ടും ആ സിനിമകൾക്കൊന്നും മാർക്കോ എന്ന സിനിമയെ തടഞ്ഞു നിർത്താനോ കളക്ഷൻ കുറയ്ക്കാനോ സാധിച്ചിട്ടില്ല. ഈ ഞായറാഴ്ചയും ബോക്സ് ഓഫീസിൽ മാർക്കോ മൂവി തീ പടർത്തുമ്പോൾ ഇന്നത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് വലിയൊരു കളക്ഷൻ ഫിഗറിലേക്കാണ് സിനിമ എത്തപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതാ ടൊവിനോ തോമസും മാർക്കോ എന്ന സിനിമയെക്കുറിച്ചും ഉണ്ണി മുകുന്ദൻ എന്ന താരത്തെക്കുറിച്ചും വാചാലമായി സംസാരിച്ചിരിക്കുകയാണ്. പുതിയൊരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാർക്കോ എന്ന സിനിമയിലൂടെ ഔട്ട് ഓഫ് കേരളയിൽ ഒരു മലയാള സിനിമയെ എത്തിക്കാൻ ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ പ്രൗഡാണ് എന്നാണ് ടൊവിനോ തോമസ് പുതിയൊരു ഇന്റർവ്യൂവിൽ വാചാലമായി സംസാരിച്ചിരിക്കുന്നത്. ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മറ്റൊരു താരം ഈ ഒരു താരത്തെക്കുറിച്ച് പറയണമെങ്കിൽ ആ ഒരു താരത്തിന്റെ സിനിമ അത്ര വലിയ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ യുവതാരങ്ങൾ മാർക്കോ പോലുള്ള സിനിമകൾ തങ്ങൾക്കും ചെയ്യണം, അതുപോലത്തെ സിനിമയിൽ നമുക്കും ഭാഗമാവണം എന്നുള്ള ചിന്താഗതിയുമായി നിൽക്കുന്നവരാണ്. അത് തന്നെയാണ് ഉണ്ണിയുടെയും മാർക്കോ എന്ന സിനിമയുടെയും ഏറ്റവും വലിയ വിജയം. വലിയ വിജയങ്ങളിലേക്ക് തന്നെയാണ് ഇനിയും മാർക്കോ ചുവടുവെക്കുന്നത്.